നോക്കിയൊക്കെ ഇരിക്കുക മുഖമെല്ലാം കണ്ടിട്ട് അടിച്ചങ്ങ് വീർപ്പിക്കില്ലയോ. ഇവിടെ ഫോണിക്കൂടെ ചെയ്തു വെച്ചിട്ടുണ്ട് ക്യാമറ ഇതുമായിട്ട്. ഹലോ, ഞാനിന്ന് പകല് വിളിച്ചിട്ടുണ്ടായിരുന്നു KSBയില്. പകലിന്ന് ഞാൻ കുറെ പ്രാവശ്യം വിളിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കറണ്ട് പോയിട്ടില്ലായിരുന്നു. വോൾട്ടേജ് കളയുക കുറെ ആൾക്കാര് നമ്മുടെ മീറ്ററിനകത്ത് പച്ച ലൈറ്റ് എല്ലാം കത്തി കിടക്കായിരുന്നു. ഞങ്ങളുടെ വോൾട്ടേജ് കളഞ്ഞിട്ട് ഞങ്ങളുടെ എന്തൊക്കെയോ കാര്യങ്ങൾ കുറെ അയലത്തുകാർ കുറെ ഞങ്ങൾക്കെതിരെ ചെയ്യുന്നുണ്ട്. ഇത് വിളിച്ച് പറഞ്ഞിട്ട് അത് നോക്കാന്ന് പറഞ്ഞിട്ട് എന്താ നോക്കാൻ വരുന്നുണ്ടെന്നാ പറഞ്ഞത്. എന്നിട്ട് വന്നിട്ട് അതെന്താ വരാത്ത? ഈ അയൽക്കാരെ വിളിച്ച് പറഞ്ഞിട്ടല്ലയോ വരാത്തത്? അല്ലെങ്കിൽ പിന്നെ വരണ്ടവരെന്താ വരാത്തത്? ഞങ്ങളോട് തിരിച്ചു വിളിച്ചില്ല. കറണ്ട് വന്നോ ഇല്ലയോ എന്നൊന്നും തിരിച്ചു വിളിച്ച് ചോദിച്ചില്ല. ആ നമ്മൾ ഇത് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ 3
ഞാൻ നോക്കട്ടെ, ഞാൻ എത്ര മണിക്കാണ് വിളിക്കാൻ? ഒരു മിനിറ്റ് നോക്കട്ടെ, ഒരു മിനിറ്റ് നോക്കിക്കോട്ടെ. ഹലോ, ഇത് ഓലകെട്ടിയമ്മന IOBയുടെ കിഴക്കുവശത്താണ് ഇത്. ഒരു വഴിയുണ്ടല്ലോ കിഴക്കോട്ട് വരുന്ന വഴിയിൽ 323 നമ്പർ SNDPയുടെ കിഴക്കേ വീടാ. ഞങ്ങള് 3:15 കറണ്ട് പോയതാണ്. 3:15 കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ് ഇല്ലാതെ കിടക്കുക. അപ്പം ഞങ്ങൾ ഇൻവേർട്ടർ കത്തി കിടക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഫ്രിഡ്ജ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല, ഒരു ലൈറ്റ് മാത്രം കത്തി കിടക്കണം. അപ്പൊ നമ്മളോട് ഇന്നലെ EBക്കാർ പറഞ്ഞായിരുന്നു നിങ്ങൾ നോക്കണം നമ്മുടെ മീറ്ററിനകത്ത് എന്ന് നോക്കിയപ്പോൾ ഗ്രീൻ ലൈറ്റ് ഉണ്ട്, റീഡിംഗ് ഒന്നും കാണിക്കുന്നില്ല. എന്നിട്ട് ഇതെല്ലാം ആക്കി അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കുറെ പ്രാവശ്യം നിങ്ങളെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു വരുവാന്ന് പറഞ്ഞിട്ട് പിന്നെ വന്നതേ ഇല്ല. നമ്മുടെ കറണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഈ വോൾട്ടേജ് തിരിച്ചു വരികയും ചെയ്ത്. അപ്പൊ നിങ്ങൾ വിളിച്ചും ചോദിച്ചില്ല, അപ്പൊ തിരിച്ചു വന്നു എങ്ങനെയാണെന്ന് അറിയത്തില്ല നമുക്ക്. ഇവിടെ കുറെ നമ്മുടെ എന്തോ 6 മണി 5 മണി ആയപ്പോഴാണ് വോൾട്ടേജ് തിരിച്ചു വന്നത്. അപ്പൊ കുറെ ആൾക്കാർ ഇവിടെ എന്തോ ചിപ്പൊക്കെ വെച്ച് പല രീതിയിൽ പലതും ചെയ്യുന്നുണ്ട്. കാരണം ഞങ്ങൾ ക്യാമറ ഓഫ് ചെയ്തു, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് ഇവിടെ. അപ്പൊ നമ്മൾ ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം തന്നെ 5, 8, 10 പ്രാവശ്യം ഞങ്ങളുടെ കറണ്ട് കളയുക. ഭയങ്കര സംഖ്യയായിട്ട് മാറിയിരിക്കുകയത്. എന്താണ് ചെയ്യുന്നതെന്ന് നമുക്കറിയത്തില്ല. എന്തോ സിംഗിൾ ഫേസ് ആണ്, നമ്മുടെ പുതിയതല്ല പഴയതാണ്. കുറച്ച് മുമ്പെന്ന് പറഞ്ഞാൽ എപ്പോഴും 1:30 ഇവിടെ 5 മണിയായപ്പോ കറണ്ട് റെഡിയായി. 5:15 ആയപ്പോഴത്തേക്ക് ഇവിടെ എല്ലാം റെഡിയായി. അപ്പോഴോ എവിടെ കൂട്ടിമുട്ടുന്നത്? IOB ട്രാൻസ്ഫോമറോ? എവിടെ? IOB അതെ. എങ്ങനെയായാലും ശരി. അത് വേറെ കാര്യം കൂടെ പറയാനുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ഇന്നാളി പറഞ്ഞപ്പോ അവര് പറയാൻ നിങ്ങൾ ഇലക്ട്രിക് EBക്കാരോട് പറയാൻ. ഇതെന്തോ അവിടെ പറയുമ്പോ ഇവിടെ പറയാൻ, ഇവിടെ പറയുമ്പോ അവിടെ പറയാൻ പറയുക. അല്ലല്ല, കറണ്ട് പോകുന്ന കാര്യമില്ല നമ്മൾ പറഞ്ഞത്. നിങ്ങൾക്കല്ല ഇല്ലല്ലോ. ഞങ്ങൾ അവരോട് കാര്യമായിട്ട് പറഞ്ഞു, സാറേ ഞങ്ങൾ ക്യാമറ ഓഫ് ചെയ്യാം, നമ്മുടെ ക്യാമറ ഇൻവേർട്ടറുമായിട്ട്. സാറേ നമ്മളോട് ഭയങ്കര ശല്യമാണ് പറഞ്ഞത്. നമ്മുടെ 5 CCTV ഇവിടെ വന്ന് കണ്ടാൽ 5 CCTV ക്യാമറയാ പണ്ട് 2020 അടിച്ചു പൊട്ടിച്ചത്. ഇവന്മാര് കുറെ ഗുണ്ടകൾ വന്നു അത്ര ശല്യമായിട്ട് മാറിയിരിക്കുക. അങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാര് കുറെ കഥയുണ്ടാക്കി. ഞാൻ ഡിവോഴ്സിലാണ്, നമ്മുടെ ബന്ധം വഴി നിൽക്കുന്നവരാണ്. നമുക്ക് 146 സെന്റ് സ്ഥലവും ഒരു വീടും ഒക്കെ ഉണ്ട്. നമ്മളെ എങ്ങനെയെങ്കിലും കൊല്ലണം, നമ്മൾ ഈ സ്വത്ത് മുതലൊക്കെ അടിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പുറകിൽ കുറെ ക്രിമിനലുകൾ നടക്കുക. പോലീസിനോടെന്ന് പറഞ്ഞാൽ ഇതാവത്തില്ല, ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുക കുറെ അവന്മാരിലുള്ളവന്മാര്. ഇങ്ങനെ ഒരു മോഡൽ കഥ അയാളുടെ കൂടാണ്. അവനാണ് ഏറ്റവും വലിയ ക്രിമിനൽ, ഒരു വക്കീലാ, കായംകുളത്തുള്ള ഒരു വക്കീലാ. ഇവനെ അറിയാവുന്ന ആളുകളെയൊന്നും ഇല്ല. ഇവനെ പോലീസുകാരെ എല്ലാം ഇതാ, കുറെ അവന്മാർ ഇവനെ സപ്പോർട്ട് ചെയ്യുക. നമ്മളെ എങ്ങനെയെങ്കിലും കൊല്ലണം, ഈ സ്വത്ത് മുതലൊക്കെ അടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. നമ്മളെ ഇവന്മാർ ചോദിക്കുന്നത് നിന്റെ ഭർത്താവ് എന്തിയടി, നിന്റെ കൊച്ചെന്തിയടി. നമ്മൾ കോടതി വഴി ബന്ധം കഴിഞ്ഞത് ഇവന്മാർ ചോദിക്കുന്നത് ഇങ്ങനെ. അപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മളോട് കൊച്ചിനെ കൊണ്ടുവെക്കാൻ അങ്ങനെ പല പല കഥകൾ ഉണ്ടാക്കണം. അങ്ങനെ പല ഇതാണ് ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കും. നമ്മുടെ ക്യാമറ ഓഫ് ചെയ്യുക. സാറിന് അറിയാലോ നമ്മുടെ ക്യാമറ ഇൻവേർട്ടറുമായിട്ട് കണക്ട് ചെയ്ത ക്യാമറ. സാറ് ഇലക്ട്രിസിറ്റി ബോർഡ് വർക്ക് ചെയ്യുന്നതാണല്ലോ. അതും കറണ്ട് പോയാലും വന്നാലും അത് ഓഫ് ആവുമോ സാറേ? ഓഫ് ആവുമോ? ഈ നമ്മുടെ ഇൻവേർട്ടറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന സാധനം ഓഫ് ആകുമോ? പക്ഷെ ഇവന്മാര് കറണ്ട് ഇങ്ങനെ കളയുമ്പോൾ ചില സമയത്ത് ഈ ഇൻവേർട്ടറും കൂടെ ഒക്കെ ചേർന്ന് ഓഫ് ആക്കും. എന്നിട്ട് അങ്ങനെ ഈ ക്യാമറ ഓഫ് ആവും. അങ്ങനെയൊക്കെ ഓഫ് ആക്കും. അങ്ങനെ പല ശല്യങ്ങളാണ്